കുറച്ച് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് അമ്മയുടെ ലയിപ്പിച്ചിട്ട് ഒന്ന് പുറത്തോട്ട് പോയതാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇതായിരുന്നു അവസ്ഥ. അത് ഓവർ ബീറ്റായിപ്പോയി. അപ്പോൾ പിന്നെ അത് എങ്ങനെയാണ് സ്മൂത്താക്കി എടുക്കുന്നത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. പലർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ വിചാരിച്ചു എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പം കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആവണമായിരുന്നു. അപ്പം പിന്നെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ചാമ്പ്യൻ്റെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരുപാട് നാളുകൊണ്ട് ചാമ്പ്യൻ്റെ ക്രീമാട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് അത് വെച്ച് ചെയ്യുന്ന കേക്കിനൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഹെയർ ബബിൾസൊക്കെ വീഴുന്ന പ്രശ്നമുണ്ട്, എന്നാലും നമ്മളത് കറക്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ചേട്ടനും കല്ലും എല്ലാവരും കൂടാണ് പോയത്. ഈ പുള്ളിനോട് എൻ്റെ കൂടെ ഒന്ന് വീഡിയോയ്ക്ക് പോസ് ചെയ്യാമോ എന്ന് ചോദിച്ചാണ് പുള്ളി തകർത്തങ്ങോട്ട് അഭിനയിച്ചു കേട്ടോ. അതിനുശേഷം അടുത്ത തെയ്യം കഥകളിക്കാരൊക്കെ വന്നു, അവരൊക്കെ പോയി. എല്ലാ ഉത്സവത്തിനും ഉള്ള പോലത്തെ പരിപാടികളൊക്കെ തന്നെ കേട്ടോ. ഇതുപോലെ വണ്ടിയിൽ പോകുന്ന സംഭവങ്ങളും. പിന്നെ ഈ പുള്ളിയാണ് നമ്മുടെ കഴുത്തിൽ വാൾ വെച്ച ആൾ. എന്നിട്ട് പിന്നെ പാറക്കുട്ടിക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞു. ആളെയും കൊണ്ട് ഉത്സവത്തിന് പോയിട്ട് വലിയ ചിലവൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം പിന്നെ എൻ്റെ ഫ്രണ്ടിനെയും മോളെയും കണ്ടു. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഗാനമേള തുടങ്ങി, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് കാല് കൊച്ചുകൊണ്ട് ഞങ്ങൾ അപ്പുറത്ത് മാറിയിരുന്ന് ബജ്ജിയും പരിപ്പോടെയൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലേക്ക് പോന്നു.